നമസ്കാരം. കേരള ക്രൈം ഫയൽസ് സീസൺ 2 ദ സെർച്ച് ഫോർ CPO അമ്പിളി രാജു ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത ഈ മലയാളം വെബ് സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ബാഹുൽ രമേഷ് തിരക്കഥ എഴുതി അഹമ്മദ് കബീർ സംവിധാനം ചെയ്ത സീരീസിൽ അർജുൻ രാധാകൃഷ്ണൻ, ഇന്ദ്രൻസ്, ലാൽ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ് തുടങ്ങിയവരൊക്കെയാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ വീതമുള്ള 6 എപ്പിസോഡുകൾ ഒരു സിനിമ കാണുന്ന സമയം കൊണ്ട് തന്നെ കണ്ടു തീർക്കാം. ഗംഭീരമായ എഴുത്ത്, സംവിധാനം, നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി, പ്രകടനങ്ങൾ തീർച്ചയായും ആദ്യ ഭാഗത്തേക്കാൾ മികച്ചു നിൽക്കുന്ന ഒരു അനുഭവം കൂടെയാണ് സീസൺ 2 സമ്മാനിക്കുന്നത്. ഓരോ കഥാപാത്രങ്ങളെ എടുക്കുമ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്, ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങളും പേഴ്സണൽ ജീവിതവും ഒക്കെ എങ്ങനെയാണ് അന്വേഷണത്തെ സഹായിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സീരീസിൽ ഷാർപ്പായി തന്നെ വന്നിട്ടുമുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒരു പോലീസ് സ്റ്റേഷൻ, അവിടെയുള്ള പോലീസുകാരെയൊക്കെ ഒരു കാരണം കൊണ്ട് ഒരു ദിവസം സ്ഥലം മാറ്റുന്നു. പുതിയ ടീം ചാർജ് ഏറ്റെടുക്കുന്നു. അങ്ങനെ സ്ഥലം മാറ്റം കിട്ടിയതിൽ അമ്പിളി രാജുവിനെ കാണാതാവുന്നതും അതിൻ്റെ അന്വേഷണവുമായിട്ടാണ് ഈ സീരീസ് തുടങ്ങുന്നത്. ഇവിടെ ചാർജ് എടുക്കുന്ന പുതിയ പോലീസുകാർ എന്ന് പറയുമ്പോൾ അവരുടെ ചില പരിചയക്കുറവുകൾ, അതേസമയം പോലീസിൽ നല്ല പരിചയമുള്ള ആൾക്കാർ, അവരുടെ അന്വേഷണത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് വരുന്ന പുതിയ കഥാപാത്രങ്ങൾ, അവരുടെ ട്രാക്കുകളൊക്കെ കൃത്യമായി ബ്ലെൻഡ് ചെയ്തെടുത്ത ഗംഭീര വർക്ക് തന്നെയാണ് സീസൺ 2 സമ്മാനിക്കുന്നത്. ആദ്യ സീസണിലെ കഥാപാത്രങ്ങൾ രണ്ടാം ഭാഗത്തിലും വരുന്നുണ്ടെങ്കിലും പുതിയ കേസും അതിൻ്റെ അന്വേഷണമായിട്ടാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അർജുൻ രാധാകൃഷ്ണനാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ നോബിൾ എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. രസമായിട്ടാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രേക്ഷകന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന നിലയിൽ കൂടെ ഈ കഥാപാത്രത്തെ തിരക്കഥ പരിഗണിക്കുന്നുണ്ട്. നോബിൾ എന്ന കഥാപാത്രത്തിന്റെ ട്രാൻസ്ഫോർമേഷനൊക്കെ ഓർഗാനിക്കായി അർജുൻ രാധാകൃഷ്ണൻ സ്ക്രീനിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. സഹപ്രവർത്തകരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ, ഇതിലെ ക്ലൂ ഒക്കെ ബ്രേക്ക് ചെയ്യുന്നതിൽ തുടങ്ങി ആ കഥാപാത്രത്തിന്റെ ആക്ഷൻസ് ഒക്കെ സ്വാഭാവികമായി തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ദ്രൻസ് ആണ് അമ്പിളി രാജു എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഈ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴും ചില മിസ്റ്ററികളും. ഇന്ദ്രൻസ് എന്ന നടനെ മികച്ച രീതിയിൽ തന്നെ ഇവിടെ കാണാൻ സാധിക്കുകയും ചെയ്തു. ബോഡി ലാംഗ്വേജ്, ആറ്റിറ്റ്യൂഡൊക്കെ എടുത്തു പറയേണ്ടുന്ന സംഗതികൾ തന്നെയാണ്. ശേഷം എന്തായാലും നിങ്ങൾക്ക് കണ്ടു തന്നെ അറിയാം. CI കുര്യൻ എന്ന കഥാപാത്രമായി ലാൽ എത്തുന്നു. കേസ് അന്വേഷണത്തിൻ്റെ ഇടയിൽ ഈ പോലീസുകാർക്കിടയിലുള്ളൊരു കെമിസ്ട്രി, അവരുടെ സംസാരമൊക്കെ ലാലിൻ്റെ കഥാപാത്രത്തിലൂടെ നല്ല രസമായി തന്നെ വന്നിട്ടുമുണ്ട്. SI മനോജായി അജു വർഗീസ് കൂളായി നല്ല രസമായി തന്നെ റോൾ ചെയ്തിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ സീനുകൾ കുറവാണെങ്കിലും ശരിക്കും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അമ്പിളി രാജുവുമായുള്ള കോമ്പിനേഷനും മികച്ച രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ഹരിശ്രീ അശോകൻ ഭാര്യയെ വിളിച്ച ശേഷം ഉള്ളൊരു ഇരിപ്പൊക്കെ ഉണ്ട്. അയാളുടെ ഒരു ഉള്ളു തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ആ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മറ്റ് വേഷങ്ങളിൽ വന്നവരെല്ലാം രസമായി തന്നെ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത് ശേഖർ, ഫറാഷ് ഷിബ്ല, നവാസ് വള്ളിക്കുന്ന്, ജിയോ ബേബി, സിറാജുദ്ദീൻ, സഞ്ജു, നൂറിൻ ഷെരീഫ്, സൂര്യ എസ് കുറുപ്പ് തുടങ്ങിയവരൊക്കെയാണ് മറ്റ് പ്രധാന വേഷങ്ങളിൽ. അവരുടെ റോളുകളോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് കണ്ടപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടത്. അതിൽ തന്നെ ജിയോ ബേബിയുടെ പേര് പ്രത്യേകം പരാമർശിക്കേണ്ടതാണ്. ഛായാഗ്രഹണം കിട്ടലായിരുന്നു. പല സ്ഥലങ്ങൾ, പലയിടങ്ങളൊക്കെ വരുമ്പോഴും ആ ഒരു ഒറിജിനൽ ഫീലോടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇമോഷൻസ് ഇൻറ്റൻസ് ആവുന്നതിൽ ക്യാമറ ആംഗിൾ കൂടെ എടുത്തു പറയേണ്ടതാണ്. പശ്ചാത്തല സംഗീതം ചിലയിടങ്ങളിൽ മികച്ചതായി അനുഭവപ്പെട്ടു, പ്രത്യേകിച്ച് അവസാനത്തെ എപ്പിസോഡുകളിലൊക്കെ. എഴുത്തിൽ ഓരോ കഥാപാത്രത്തിലും ബാഹുൽ കൊണ്ടുവന്നിരിക്കുന്ന ഒരു രീതിയുണ്ട്. അവരുടെ അനുഭവങ്ങളെ, കടന്നുപോയ വഴികളെയൊക്കെ അത്രയേറെ ഡീറ്റെയിൽഡായി ആ കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുന്നുണ്ട്. അത് അന്വേഷണത്തിൻ്റെ രസച്ചരട് മുറിയുന്നതിലേക്കോ അതിൻ്റെ ത്രിൽ നഷ്ടപ്പെടുന്നതിലേക്കോ പോകുന്നതുമില്ല. ആ ഇമോഷൻസ് കൂടെ വരുമ്പോഴാണ് ചുരുളഴിയുന്ന രഹസ്യങ്ങളിൽ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്ന മനുഷ്യരെ ആഴത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതും. ടു ദ പോയിന്റ് എന്ന നിലയിൽ തന്നെയാണ് ബാഹുൽ കഥാപാത്രങ്ങളെയും അവർ കടന്നു പോകുന്ന സംഭവങ്ങളെയും ഡെവലപ്പ് ചെയ്തിരിക്കുന്നതും. ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് പോകുമ്പോഴുള്ള കോംപ്ലക്സിറ്റി എന്നത് പ്രേക്ഷകനെ സംബന്ധിച്ച് ആകാംക്ഷ നിറയ്ക്കുന്ന വിധത്തിൽ തന്നെയാണ്. പ്രേക്ഷകനും അന്വേഷണത്തിൽ പങ്കാളിയാവുമ്പോൾ നോൺ ലീനിയർ കഥ പറച്ചിലും രസം കൂട്ടുന്നുണ്ട്. തുടങ്ങി നമ്മൾ ഈ സംഭവത്തിലേക്ക് ഇന്നായി കഴിഞ്ഞാൽ അന്വേഷണം തീരാതെ നിർത്തുന്നത് എങ്ങനെയാണ്? ആ സ്പേസിൽ തന്നെ പ്രേക്ഷകരെയും നിർത്തിക്കൊണ്ടുപോകുന്നതിൽ കയ്യടികൾ സംവിധായകൻ അഹമ്മദ് കബീറിനും. പിന്നെ ഈ സീരീസിൽ പട്ടികളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു രക്ഷയുമില്ലാത്ത ഗംഭീര പരിപാടിയായിരുന്നു. വീട്ടിലെ വളർത്തുപട്ടിയും പോലീസ് സ്ക്വാഡിലെ പട്ടികളുമായി തെരുവ് പട്ടികൾ വരെ ഈ സീരീസിൽ പ്രധാന കഥാപാത്രങ്ങളായി വരുന്നുണ്ട്. ആ സംഭവങ്ങൾ എഴുതിയതും സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്നതും തീർച്ചയായും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ്. പോലീസ് സ്ക്വാഡിലെ പട്ടികളെക്കുറിച്ചൊക്കെയുള്ള പുതിയ കുറേ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു എന്നതുകൂടെ കൂട്ടിച്ചേർക്കുന്നു. എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിൽ നിന്നും തുടങ്ങുന്ന യാത്ര അവസാന നിമിഷം വരെ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അന്വേഷണമൊക്കെ ആകുമ്പോൾ കാണുന്നവരും ഗസ് ചെയ്യാം, നമ്മുടെ തന്നെ തിയറികളൊക്കെ ഉണ്ടാവാം. ആ സാഹചര്യങ്ങളെ കൂടെ ബ്രില്യൻ്റായി കൈകാര്യം ചെയ്യാൻ തിരക്കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. പുതിയതിലേക്ക് പോകുമ്പോൾ ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെടുന്നതുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുന്ന ആളിലേക്ക് എത്തിക്കഴിയുമ്പോഴേക്കും അയാളുടെ ഇമോഷൻസിനെ ഗംഭീരമായി സ്ക്രീനിൽ കൊണ്ടുവരുന്നതിലും സീരീസ് വിജയിക്കുന്നുണ്ട്. ക്ലൈമാക്സ് സീനിലെ 2 ചിരികളിലേക്കും പ്രേക്ഷകർക്കും എത്താൻ സാധിക്കുന്നു എന്നതും അതിനൊപ്പം പറയേണ്ടതുണ്ട്. അതുപോലെ സ്പൂൺ ഫീഡിംഗ് ഇല്ല എന്നത് നന്നായി. പല സംഭവങ്ങളിലൂടെയും നമുക്ക് തന്നെ സഞ്ചരിക്കാനും ഉത്തരങ്ങൾ കണ്ടെത്താനും അത് കാരണമാകുന്നുണ്ട്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ കിട്ടിലാണ്. ശരിക്കും ബിഗ് സ്ക്രീനിൽ തന്നെ കാണേണ്ടുന്ന ഒരു സംഭവമായിരുന്നു. തീർച്ചയായും റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുമല്ലോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ.